രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നോക്കുകയാണ് അവൻ അപർണയെ. ഇനി എഴുന്നേറ്റില്ലേ? വാതിൽ തട്ടാൻ ഒരു മടി. അത്രയധികം അവൾ ഇന്നലെ വേദനിച്ച് കാണും. പണ്ടത്തെ കാമുകിയെ കണ്ടപ്പോൾ തീരാവുന്ന ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി കാണും. തെറ്റാണ് ചെയ്തത് എന്ന നല്ല ബോധ്യമുണ്ട്. മനസ്സില്ലെങ്കിൽ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. ശ്രീക്കൊപ്പം അവളെ കാണുന്നത് പോലും സഹിക്കില്ല തനിക്ക്. കഴിഞ്ഞ ദിവസം അവൻ എന്താ പറഞ്ഞത്? ആഘോഷം ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ വേഗമൊന്ന് ചെയ്തു തരണമെന്ന്. അവളെ അവന് വേണമെന്ന്. സത്യത്തിൽ ആ ഒരൊറ്റ വാചകത്തിലാണ് താൻ വീണുപോയത്. അവളെ അവന് വേണമെന്ന്. എൻ്റെ അപ്പുവല്ലേ എന്ന്. അവന് സ്വയം പുച്ഛം തോന്നി. അങ്ങനെയുള്ളപ്പോൾ അവളെ പറഞ്ഞയച്ച ഉടനെ താൻ മറ്റൊരാളുമായി കിടന്നത് അവൾക്ക് താങ്ങാനാകില്ല ഒരിക്കലും. ആർദ്ര രാവിലെ കുളിച്ചിരുന്നു. പുറത്തേക്ക് വന്ന് ചിരിച്ച മുഖത്തോടെ എഡ്വിനെ നോക്കി. അവൻ്റെ നോട്ടം അപർണയുടെ മുറിയിലേക്കാണെന്ന് കണ്ട് അവൾ ചിരിയോടെ അങ്ങോട്ട് നടന്നു. അപർണയെ ഒന്ന് വിളിക്ക ആർദ്ര. അവൾ ചിരിയോടെ വാതിൽ തുറന്നു. ഒന്ന് ഞെട്ടി. അതേ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താടോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു ഭയത്തോടെ അവൻ മുറിയിലേക്ക് ഓടി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ എവിടെ? അറിയില്ല സാർ. ഒരു നിമിഷം അവനൊന്ന് ഭയന്നു. ശാരദ ചേച്ചി, അപർണ അങ്ങോട്ട് വന്നോ? ഇല്ല സാറേ, ഞാൻ കരുതി എഴുന്നേറ്റില്ല എന്ന്. ആർദ്ര നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. സാർ ഇന്നലെ എന്താ അവളോട് പറഞ്ഞേ? അവന് ചോദ്യം മനസ്സിലായിരുന്നില്ല. സാർ ഇന്നലെ അവളോട് എന്താ പറഞ്ഞേ എന്ന്. അത് എല്ലാം പറഞ്ഞു. കണ്ണുകൾ തുടച്ച് സങ്കടത്തോടെ അവനെ നോക്കി. വേണ്ടായിരുന്നു. അന്നേരമാണ് കോളിംഗ് ബെൽ അടിച്ചത്. അവളായിരിക്കും പറഞ്ഞിട്ട് എഡ്വിൻ ഓടി വാതിൽ തുറന്നു. മുന്നിൽ സെക്യൂരിറ്റി. സാർ, മാഡം പുറത്തേക്ക് പോകുന്നത് കണ്ടു. എപ്പോഴാ പോയേ? ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. സാർ, ഈ ഓട്ടോയിലാണ് പോയത്. എന്തോ ചെറിയൊരു ഡൗട്ട് തോന്നിയത് കൊണ്ട് എഴുതിയെടുത്തതാണ്. അയാൾ തൻ്റെ കയ്യിലെ പേപ്പർ അവന് നേരെ നീട്ടി. താങ്ക്സ്, താൻ പൊയ്ക്കോ. അവൻ വണ്ടിയുടെ താക്കോലെടുത്തു. ആർദ്ര ഒപ്പം വരാനിറങ്ങി. വേണ്ട ആർദ്ര, താൻ എന്തേലും കഴിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അവൾ അതിന് ഒന്ന് തലയാട്ടി. തെറ്റ് ചെയ്തിരിക്കുന്നു സാർ, വലിയൊരു തെറ്റ്. അതിൻ്റെ ആഴം സാർ ഊഹിക്കുന്നതിനേക്കാൾ എത്രയോ താഴെയാണ്. അയാൾ പറഞ്ഞ ഓട്ടോ കണ്ടുപിടിച്ചു. പക്ഷേ അവരെ ഞാൻ ടൗണിൽ ഇറക്കി. അവിടെ നിന്ന് മറ്റൊരു ഓട്ടോ വിളിച്ചാ പോയത്. അത് ഏതോ ഓട്ടോ ആണെന്ന് എനിക്കറിയില്ല സാർ. അവന് നിരാശ തോന്നി. അറിയുന്നിടത്തൊക്കെ അവൻ തിരഞ്ഞു. ബീച്ചിലും സ്ഥിരമായി പോകാറുള്ള കോഫി ഷോപ്പിലും അങ്ങനെയെല്ലാം. ഇല്ല, ഒരിടത്തുമില്ല. ഇനി വീട്ടിലെങ്ങാനും, അഥവാ വീട്ടിലില്ലെങ്കിലോ? അവനൊരു പിടപ്പോടെ അവളുടെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. അകത്തേക്ക് കയറുമ്പോൾ സർവ്വദൈവങ്ങളെയും അവൻ വിളിച്ചിരുന്നു. അപർണ ഇവിടെ ഉണ്ടായിരിക്കണേ എന്ന്. അവനെ കണ്ട് നീലിമ ഒന്ന് അമ്പരന്നു. സാർ. അവനൊന്ന് ചിരിച്ചു എന്ന് വരുത്തി. സാർ, തനിച്ചേ ഉള്ളൂ? അപ്പു വന്നില്ലേ? അവൻ്റെ ഉള്ളം വിങ്ങി. അപർണ ഇവിടെ ഇല്ല എന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അമ്മയോട് പറയാനാകില്ല. ഇല്ല, ഞാൻ പുറത്ത് വീട്ടിൽ പോയി വിവരമൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് അവൻ വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. സാർ, കയറിയിരിക്കെ. ഇല്ല, വേണ്ട, സമയമില്ല. ഒരു ചായ? വേണ്ട. ഇവിടെ ഇപ്പോൾ അച്ഛൻ കടയിലേക്ക് ഇറങ്ങിയതേയുള്ളൂ. അവളോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്കോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല, വിഷമമാണ്. അമ്മയായി പോയില്ലേ? അവളൊരു പാവമാണ് സാർ. എല്ലാം വിട്ടുകൊടുത്ത ശീലം. ആ കാണുന്ന ചൊടിപ്പ് മാത്രമേ ഉള്ളൂ. അവൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ സാർ ക്ഷമിച്ചേക്കണം. അവനൊന്ന് തലയാട്ടി. എന്നാ ഞാൻ ഇറങ്ങട്ടെ? മോളെ കൂട്ടി വരണേ? വരാം. പൊള്ളയായൊരു വാക്ക് കൊടുത്ത് അവൻ ഇറങ്ങി. അവൾ ഇവിടെയില്ല. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും താൻ? കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മോഹം എന്ന വീടിൻ്റെ പടുകൂറ്റൻ ഗേറ്റിന് മുന്നിൽ അവൾ നിന്നു. മുഖം അമർത്തി തുടച്ച് ഒരു ചിരി മുഖത്തൊട്ടിച്ചു ചേർത്തു. മേഡം, ആരെ കാണാനാണ്? ഇവിടുത്തെ മേഡത്തെ കാണാൻ. അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? അവൾ ഒന്ന് പതറി. ഇല്ല. സോറി മാഡം, അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല. അവൾ സങ്കടം ദേഷ്യവും വന്നു. വേറെ എവിടെ പോകും താൻ? എനിക്ക് ലക്ഷ്മി. അവൾ പകുതിക്ക് നിർത്തി. പിന്നെ ഉറച്ച ശബ്ദത്തോടെ തുടർന്നു. എനിക്ക് നാൻസിയെ കാണണം. നിങ്ങളുടെ സാറിനെയല്ല. നാൻസി എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ഒന്ന് നിന്നു. പിന്നെ വാതിൽ തുറന്നു കൊടുത്തു. അപർണ പതിയെ അകത്തേക്ക് നടന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അന്ന് സാറിൻ്റെ കൂടെ വന്നപ്പോൾ പുറത്ത് കാറിലാണ് ഇരുന്നത്. കോളിംഗ് ബെൽ അടിച്ച് അവൾ കാത്തു നിന്നു. ലക്ഷ്മി പതിയെ നടന്നു വന്നു വാതിൽ തുറന്നു. ആരാണെന്ന് മനസ്സിലാകാതെ നിന്നവൾ. എൻ്റെ പൊന്നു മേഡം, പരിചയമില്ലെന്ന് പറയല്ലേ. അവന്മാർ എന്നെ ഇപ്പോൾ തന്നെ വെടിവെച്ചിടും. പ്ലീസ് ഒന്ന് സഹായിക്ക്. അവൾക്ക് നേരെ ഒന്ന് കൈകൂപ്പി.
അടുത്ത നിമിഷം നിറഞ്ഞൊരു ചിരിയോടെ അപർണയെ കെട്ടിപ്പിടിച്ചു. അകത്തേക്ക് വരാനായി കൈപിടിച്ചു നടന്നു. സെക്യൂരിറ്റി 1 മിനിറ്റ് അത് നോക്കി നിന്നിട്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. അകത്തേക്ക് കയറിയ അപർണയെ അവർ ചോദ്യരൂപത്തിൽ ഒന്ന് നോക്കി. എന്നോട് ക്ഷമിക്കണം നാൻസി. നാൻസി എന്ന പേര് കേട്ട് അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ എഡ്വിൻ സാറിൻ്റെ PA ആയിരുന്നു അപർണ. അനിയത്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ എല്ലാം എന്ന് ചോദിച്ചു. ഈ ശബ്ദം പോയതുൾപ്പെടെ എല്ലാം. അവളൊരു നിശ്വാസത്തോടെ അവിടെ തന്നെ ഇരുന്നു. മോളെ ഒന്ന് വിളിക്കാനോ കുഞ്ചിക്കാനോ പറ്റാതെ വരുമ്പോഴാണ് ഹൃദയം പിടഞ്ഞു പോകാറുള്ളത് എന്നോർത്തവൾ പിന്നെ തെല്ലൊരു സംശയത്തോടെ അവളെ നോക്കി. എന്തിനാ വന്നത് എന്നൊരു ചോദ്യം. അപർണ പതറി. ശ്വാസം വലിച്ചു വിട്ടു. എനിക്ക് വിശക്കുന്നു. ലക്ഷ്മി ഒന്ന് പതറി. സമയം ഒരുപാടായി സാറിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നു കയറിയപ്പോൾ നേരെ കയറിപ്പോയതാണ് മുറിയിലേക്ക്. ഡോറിലൊന്ന് തട്ടിയിട്ട് അവൾ അങ്ങനെ നിന്നു. മുഖമൊന്ന് അമർത്തി തുടച്ച് വന്ന് വാതിൽ തുറന്നു. സാർ, സാർ, അവളെ കണ്ടില്ലേ? അവനില്ലെന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഒപ്പം അവളും. എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റ്. ഞാൻ അവളോട് ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അവളോടൊപ്പം ഒരു ലൈഫ് കൊതിച്ചുപോയി ഞാൻ. എല്ലാം പറഞ്ഞിട്ട് ക്ഷമിക്കാനാവുമെങ്കിൽ അവളുടെ മാത്രമാകാൻ. ആർദ്രയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു ചിരി വിടർന്നു. എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ സാർ? അവൻ മിണ്ടിയില്ല. അത്രയുള്ളൂ അല്ലേ? സാറിന് സത്യത്തിൽ അവളോടുള്ളത് പ്രണയമൊന്നുമല്ല. തൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നവളോട് തോന്നുന്ന ഒരു അലിവ് അത്രയേ ഉള്ളൂ. ആയിരിക്കാം. സാറിന് ആരോടും സത്യസന്ധത ഒന്നുമില്ല അല്ലേ? അവൻ മിണ്ടിയില്ല. എന്നോട് കാണിക്കുന്നതും അങ്ങനെ ആയിരിക്കും അല്ലേ സാർ? അവനൊന്ന് നിശ്വസിച്ചു. അല്ല എന്ന് പറയണമെന്നുണ്ട്. ശരിക്ക് സഹോദരിയാണെന്ന് പറയണം. പക്ഷേ പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ ചെറിയൊരു പെൺകുട്ടി നിറഞ്ഞു വന്നു. ആർദ്രയെപ്പോലെ പാവമായിരുന്നു ഒരു പെൺകുട്ടി. നാൻസി, തൻ്റെ അനിയത്തി. അപ്പയും അവളും കൂടെ രാത്രിയിൽ കറങ്ങാൻ ഇറങ്ങിയ ഒരു നശിച്ച ദിവസം. അവളെന്തോ വാങ്ങാൻ പുറത്തിറങ്ങി. ആ നേരമാണ് മഴ പെയ്തു തുടങ്ങിയത്. സൈഡിൽ ഒതുക്കിയിട്ട വണ്ടിയിൽ നിന്ന് കുടയെടുത്തിറങ്ങിയ നിമിഷം മറ്റൊരു വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. എതിരെ വന്ന വണ്ടി അയാൾക്ക് മീതെ കയറിയിറങ്ങി. കണ്ടുനിന്ന നാൻസി അലറി വിളിച്ചത് മാത്രം ഓർമ്മയുണ്ട്. അന്ന് നഷ്ടപ്പെട്ടു പോയ ശബ്ദമാണ് അവൾക്ക്. പിന്നെ പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ ശത്രു തന്നെ അവളെ വിവാഹം ചെയ്തേ? അതിനുശേഷം വിഹാൻ അവളെ കാണിച്ച ഹോസ്പിറ്റൽ സ്ഥിരം സന്ദർശകനായിരുന്നു. അയാൾ ഡോക്ടറാണോ? എന്നിട്ട് അങ്ങനെയൊരു അടുപ്പം വളർന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അവനെ കണ്ടതുപോലുമില്ല ഞാൻ. നാൻസിയെ കാണാൻ വേണ്ടി മാത്രം അവൻ വരും, കാണും. കോളേജിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അവൾ എവിടെയുണ്ടോ അവിടെ. അത്രമേലൊരടുപ്പം വളർന്നു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം എൻ്റെ പ്രതീക്ഷകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവനോടൊപ്പം അവൾ ഇറങ്ങിപ്പോയി. അമ്മ അപ്പം മരിച്ച ഡിപ്രഷനിൽ നിന്നും കരകയറിയില്ല. അവളും കൂടി അങ്ങനെ ചെയ്തപ്പോൾ താങ്ങാൻ കഴിഞ്ഞു കാണില്ല. ആത്മഹത്യ ചെയ്തു. ഓ, അവനോടൊപ്പം പോയി അവൾ പേര് മാറ്റി. ലക്ഷ്മി പ്രഭ. എൻ്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു, അമ്മയായിരുന്നു ക്രിസ്ത്യൻ. അച്ഛനെ പണ്ടേ അച്ഛൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് കൊണ്ട് ബന്ധുക്കളായി അധികം അടുപ്പമൊന്നുമില്ല. അന്ന് നമ്മൾ പോയില്ലേ വർഷ ആൻറ്റി, അവർ മാത്രമേ അടുപ്പം കാണിച്ചിട്ടുള്ളൂ. സാർ, ഇതാണ് എൻ്റെ കഥ. ഞാൻ ആരോടാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്? ആർദ്ര പറഞ്ഞത് അത്രയും ശരിയാണ്. എനിക്കാരോടും ആത്മാർത്ഥതയില്ല. പക്ഷേ എൻ്റെ അപ്പുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ്, ഇപ്പോഴുമാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തു പോയില്ലേ? വലിയൊരു തെറ്റ്. മറക്കാനും മായ്ക്കാനും പറ്റാതെ മറ്റൊരുവളുടെ വയറ്റിൽ തുടിച്ചു തുടങ്ങിക്കാണും.